ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധ നോമ്പിലൂടെ സഞ്ചരിച്ച് അവന്റെ കുരിശിനോളം എത്തിച്ചേരുവാൻ നമുക്കൊക്കെ ഇടയായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ കഷ്ടാനുഭവങ്ങളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഈ ദിവസങ്ങളിൽ അവന്റെ കഷ്ടാനുഭവങ്ങളോട് അനുരൂപപ്പെടുവാനും അവന്റെ കുരിശുവരവ് വഹിക്കുവാനും നമ്മളെ തയ്യാറാക്കുന്ന, ആഹ്വാനം ചെയ്യുന്ന വേദഭാഗങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യേശു എന്ന യുവാവ് അവന്റെ പരസ്യശുശ്രൂഷകാലത്ത് ചെയ്ത പ്രവർത്തനങ്ങളും അവന്റെ വാക്കുകളും ഇവിടെ യഹൂദ്യ മലനാടെങ്ങും അതിന്റെ പരസ്യ പ്രദേശങ്ങളും ചർച്ച ചെയ്യപ്പെടുകയാണ്. അന്ന് വളരെ അധികാരത്തോടുകൂടിയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അവന്റെ അത്ഭുതങ്ങളൊക്കെ മനുഷ്യനാൽ ചെയ്യപ്പെടുന്ന അല്ല എന്ന് ജനം വിശ്വസിക്കുന്നുണ്ട്. അതിന് ചിലരെ മറുപടി കൊടുത്തത് അവൻ ചെകുത്താനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു, അവന്റെ പ്രവർത്തനങ്ങളൊക്കെ ചെകുത്താനാൽ നടത്തപ്പെടുന്നു എന്നാണ്. എന്നാൽ മറ്റു ചിലർ പറഞ്ഞു അവൻ ദിവ്യരാജ്യം പ്രസംഗിച്ചതുകൊണ്ട് മറ്റു ചിലർ പറഞ്ഞു ഒരുപക്ഷെ അവൻ ഉയർത്തെഴുന്നേറ്റ് വന്ന യോഹന്നാനായിരിക്കാം. എന്നാൽ മറ്റു ചിലർ പറഞ്ഞു അവന്റെ അത്ഭുത പ്രവർത്തനങ്ങൾ കണ്ടിട്ട് മറ്റു ചിലർ പറഞ്ഞു ഒരുപക്ഷെ അവൻ വരുവാനിരിക്കുന്ന ഏലിയാവായിരിക്കാം. അല്ലെങ്കിൽ കുറച്ച് ആളുകൾ പറഞ്ഞു അവൻ മറ്റേതെങ്കിലും പ്രവാചകന്മാരായിരിക്കാം. ഇതെല്ലാം കണ്ടിട്ടും ചിലർക്ക് സംശയം തോന്നിയിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ മശിഹായെ ഇനിയും കാത്തിരിക്കണം, അതോ നീ തന്നെയാണോ മശിഹ എന്ന് ഞങ്ങളോട് പറയുക. ഈ ഒരു സാഹചര്യത്തിലാണ്, ഈ ഒരു സമ്മിശ്രമായ പ്രതികരണത്തിന്റെ ഇടയിലാണ് നമ്മൾ വിശുദ്ധമായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 18-ാം വാക്യം മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ധ്യാനത്തിന് വേണ്ടി എടുക്കുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെട്ട വലിയൊരു സമൂഹം, സൗഖ്യത്തിനു വേണ്ടിയും അവന്റെ വാക്കുകൾ കേൾക്കാനും വലിയൊരു സമൂഹം തടിച്ചുകൂടിയിരുന്നു. അവരെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അവൻ 5 അപ്പം കൊണ്ട് അവരെ എല്ലാം പോഷിപ്പിച്ചു. ഇത് കേട്ട മനുഷ്യരുടെ ഇടയിൽ പിന്നെ അഭിപ്രായങ്ങളുണ്ടായി. അധികാര സ്ഥാനത്തിരിക്കുന്നവരും ഭയന്നു. ഇവൻ ഒരു വിപ്ലവം നയിക്കുവാൻ വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. അവന്റെ വാക്കുകളിലേക്ക് ഒരുപാട് ആളുകൾ സ്വാധീനിക്കപ്പെടുന്നു. ഒരുപക്ഷെ ഞങ്ങളുടെ വാക്കുകൾക്ക് പ്രാധാന്യം കുറഞ്ഞു പോയാലോ? എന്നിരുന്നാലും പ്രിയമുള്ളവരെ, ഈ സമ്മിശ്ര പ്രതികരണത്തിനിടയിൽ ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? പത്രോസ് പറയുന്നു, നീ ദൈവത്തിന്റെ പുത്രനാണ്. ശീമോനെ, ഇത് നീ പറയുന്നത് ജഡരക്തങ്ങൾ കൊണ്ടല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് ഇതിനെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മളൊരു പക്ഷേ ഒരു കഥ കേട്ട് കാണും, 6 men and elephant എന്ന് പറയുന്ന ഒരു കഥ കേട്ട് കാണും. 6 മനുഷ്യരും, അന്ധരായ മനുഷ്യരും ഒരു ആനയും. ആനയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആനയെ തൊട്ടറിഞ്ഞ 6 അന്ധരായ മനുഷ്യർ. അവര് പറഞ്ഞ അവരുടെ അനുഭവം കൊണ്ട് അവര് നിശ്ചയിച്ച ആന ഒരുപാട് പരിമിതികളുള്ളതായിരുന്നു. എന്നാൽ അതിനൊക്കെ എത്ര അപ്പുറമായിരുന്നു ആന എന്നുള്ളത് നമുക്കറിയാം. തൂണുപോലെ, മുറം പോലെ ഒക്കെ ആനയെ അവർ വിവരിച്ചപ്പോൾ അതിനപ്പുറം ആന ആയിരുന്നു എന്നുള്ളത് നമ്മൾ ഈ ഒരു പാരബിൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പല വ്യാഖ്യാനങ്ങൾക്കിടയിലും ക്രിസ്തു എന്തായാലും പത്രോസിനോട് ചോദിക്കുന്നതാണ്, പത്രോസെ, നിങ്ങൾക്ക് ഞാൻ ആരാണ്? ക്രിസ്തു പറയുന്നു, നീ ദൈവപുത്രനാണ്. അതുകൊണ്ടാണ് ആത്മീയ അന്ധതയിലുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. പരിശുദ്ധമായ രഹസ്യങ്ങളുടെ കൂദാശയിൽ നമ്മളത് ആരംഭിക്കുമ്പോൾ പരിശുദ്ധമായ തിരശ്ശീല മാറ്റുന്നതിന് മുമ്പായി പാടുന്നൊരു പാട്ടുണ്ട്, വെളിവും നിറഞ്ഞ ഈശോ. നീയാകുന്ന പ്രകാശത്തിലൂടെ നിന്നെയാകുന്ന പ്രകാശത്തെ കാണുവാൻ ദൈവമേ ഞങ്ങളുടെ ഉള്ളിൽ പ്രകാശമായി നീ വരണമേ എന്നാണ് ആ പാട്ടിന്റെ അർത്ഥം. ദൈവം വെളിപ്പെടുത്താതെ നമുക്ക് ദൈവത്തെ പൂർണ്ണമായും ഗ്രഹിക്കുവാൻ അറിയുകയില്ല. അതുകൊണ്ടാണ് പത്രോസിനോട് പറയുന്നത്, തൽക്കാലം നീ ഇത് ആരോടും പറയരുത്. ഇത് പൂർണ്ണമായി ഗ്രഹിക്കുന്ന സമയം വരെ നീ അതിനുവേണ്ടി കാത്തിരിക്കുക. പത്രോസ് ദൈവത്തെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു.
തൻ്റെ കഷ്ടാനുഭവങ്ങളിലൂടെയും ക്രൂശ് മരണത്തിലൂടെയും ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു പിന്നെയും പത്രോസിന്റെ അടുക്കൽ വന്നിട്ട് ദൈവസ്നേഹത്തിൽ അവനെ വീണ്ടും ഊട്ടിയുറപ്പിക്കുകയാണ്. പത്രോസേ, നീ ഇവയിലധികമായും എന്നെ സ്നേഹിക്കുന്നു. ഈ സ്നേഹബന്ധനത്തിൽ ദൈവം ക്രിസ്തു എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കുന്ന പത്രോസ് പിന്നീട് പെന്തിക്കോസ്ത് നാളിൽ 3000 പേരെ ക്രിസ്തു സഭയോട് ചേർത്ത് സഭയ്ക്ക് അടിസ്ഥാനമിടുകയാണ്. ആദ്യമായി ഈ വിഷയം, അതായത് 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമ്മളോട് പറയുന്നത് കൺഫെഷൻ ഓഫ് ക്രൈസ്റ്റ് ആണ്. ക്രിസ്തു എന്ന വിശ്വാസത്തെ പറ്റിയാണ്. ഈ ക്രിസ്തു എന്ന വിശ്വാസം പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ക്രിസ്തു തന്നെ അത് വെളിപ്പെടുത്തേണ്ടിയിരിക്കും. ക്രിസ്തു സ്നേഹത്തിലായിത്തീരുമ്പോൾ മാത്രമേ ഈ പരിശുദ്ധമായ വെളിപാട് നമുക്കുണ്ടാവുകയുള്ളൂ. രണ്ടാമത് കമ്മിറ്റ്മെന്റ് ടു ഗോഡ് എന്നതാണ്. ഈ ക്രിസ്തു സ്നേഹം എന്ന് പറയുന്നത് ഒരമ്മയും തൻ്റെ കുഞ്ഞുമായിട്ടുള്ള ബന്ധം പോലെ. ഒരമ്മ തൻ്റെ കുഞ്ഞിനു വേണ്ടി എപ്രകാരം സഹിക്കുന്നുവോ, എപ്രകാരം സ്വയം ത്യാഗം ചെയ്യുന്നു, എപ്രകാരം ഈ ലോകത്തിലുള്ള പല കാര്യങ്ങളെയും അവൾ മാറ്റിവെച്ച് തൻ്റെ കുഞ്ഞിനു വേണ്ടി ജീവിക്കുന്നു, അപ്രകാരം ഒരു ക്രിസ്തുവിലാകുന്ന മനുഷ്യൻ, ക്രിസ്തുവിനെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്ന മനുഷ്യൻ സ്വയം ത്യാഗത്തിലൂടെയും സ്വയം വെറുമയാക്കലിലൂടെയും ഈ ലോകപ്രകാരമുള്ള ബന്ധങ്ങളും ലോകപ്രകാരമുള്ള പ്രലോഭനങ്ങളെയൊക്കെ മറികടന്ന് ക്രിസ്തുവിലായി തീരുവാൻ വേണ്ടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ആയിത്തീരുമ്പോൾ മാത്രമേ നമുക്ക് ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ അനുഗമിക്കുവാൻ വേണ്ടി കഴിയുകയുള്ളൂ. ബോൺഹോഫർ എന്ന് പറയുന്ന ജർമ്മൻ ഒരു വേദശാസ്ത്രജ്ഞനും അദ്ദേഹത്തിന്റെ പല പുസ്തകങ്ങൾ, ഒരു പുസ്തകം മലയാളത്തേക്ക് തർജ്ജിമ ചെയ്തിരിക്കുന്നത് വരിക ക്രൂശിക്കപ്പെടുക എന്നുള്ളതാണ്. അതിൽ ഒരു പ്രതിവാദി വിഷയം ഇങ്ങനെയാണ്: ദ ചീപ്പ് ഗ്രേസ് ആൻഡ് കോസ്റ്റ്ലി ഗ്രേസ് എന്ന്. ചീപ്പ് ഗ്രേസ് എന്ന് പറയുന്നത് നാമമാത്രമായ ക്രിസ്ത്യാനി ആയി എന്നതിലൂടെ നമുക്ക് സൗജന്യമായി ലഭിക്കുന്ന പല കൃപകളുമുണ്ട്, കൗദാശികമായ അനുഭവങ്ങളുണ്ട്. അതിനെയൊക്കെ പലപ്പോഴും നാം നിസ്സാരമെന്ന് കരുതി ആ ഒരു ചിന്തയിലാണ് അദ്ദേഹം ചീപ്പ് ഗ്രേസ് എന്ന് പറയുന്നത്. എന്നാൽ തൻ്റെ ജീവനെ പോലും ക്രിസ്തുവിന് വേണ്ടി വെക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി യാഗമർപ്പിക്കുവാൻ, സ്വയം ത്യാഗം ചെയ്യുവാൻ തയ്യാറാകുന്ന ഒരു കൃപയെക്കുറിച്ച് പിന്നീട് കോസ്റ്റ്ലി ഗ്രേസിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നു. പ്രിയമുള്ളവരെ, അപ്പോസ്തലനായ പൗലോസ്ലീഹ 2 കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 5-ാം അധ്യായം ഇപ്രകാരം പറയുന്നു: ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തനിക്കായിട്ടല്ല തങ്ങൾക്കു വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഇവിടെ പറയുന്നത് ഇനി അവർ ജീവിക്കുന്നത്, പൗലോസ്ലീഹ പറയും, ഇനി ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്. ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് ഇനി ഞങ്ങൾ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്. ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ ഞങ്ങൾ തയ്യാറാവുകയാണ്. നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ള മാർഗം ഇതാണ്. നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാർഗം ഇത്. സഭയ്ക്ക് വേണ്ടിയും പരിശുദ്ധ വിശ്വാസത്തിന് വേണ്ടിയും യാഗമർപ്പിക്കാൻ, സ്വയം ബലിയർപ്പിക്കാൻ വരെ തയ്യാറായ പിതാക്കന്മാർ നമുക്കുണ്ട്. പ്രിയമുള്ളവരെ, ഇതാണ് കമ്മിറ്റ്മെന്റ് ടു ഗോഡ്, ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു തലം കൂടി പറയുന്നത് പ്രൈസ് ഓഫ് ഡിസേബിൾഷിപ്പ് എന്നൊരു ഭാഗം കൂടി ഈ ഒരു ഭാഗത്തിന്, അതായത് 23 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹെഡിങ് കൂടി നമുക്ക് കൊടുക്കാൻ കഴിയും. ദ പ്രൈസ് ഓഫ് ഡിസേബിൾഷിപ്പ്, അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവരുടെ വില, അവർ കൊടുക്കേണ്ട വില ക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവനെ പോലും കൊടുക്കുവാൻ തയ്യാറാവുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇതിലേക്ക് ഇങ്ങനെ നമ്മുടെ പരിശുദ്ധമായ കഷ്ടാനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുന്ന ഈ സമയത്ത് ദൈവത്തിനോടുള്ള നമ്മുടെ വിശ്വാസം, ക്രിസ്തു വിശ്വാസം, അത് വളരെ ദൃഢമായി തീരുവാനും അതിനുശേഷം ക്രിസ്തുവിന് വേണ്ടി നാം തന്നെ ക്രിസ്തുവിന് വേണ്ടി ആയിത്തീരുവാനും ഇടയാക്കി തീർക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിശുദ്ധമായ നോമ്പ് നമുക്ക് പൂർത്തീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ആമേൻ.